എല്ലാവർക്കും ഫിസിക്സ് ഫോർ പ്രഷറിൻ്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +1 ഫിസിക്സിലെ 4ാമത്തെ ചാപ്റ്ററായ മോഷൻ ഇൻ എ പ്ലെയിനിലെ 2ാമത്തെ ടോപ്പിക്കായിട്ടുള്ള അഡീഷൻ ഓഫ് വെക്ടേഴ്സിനെ കുറിച്ചാണ്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് വെക്ടേഴ്സെന്നും സ്കെയിലേഴ്സെന്നും വിശദമായിട്ട് മനസ്സിലാക്കി. അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെക്ടേഴ്സ് അതിനെക്കുറിച്ച് ക്ലാസിഫിക്കേഷൻ നടത്തി. യൂണിറ്റ് വെക്ടർ, നൾ വെക്ടർ എന്നിവയൊക്കെ തന്നെ സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കി. ഇന്നത്തെ ക്ലാസ്സിൽ എങ്ങനെയാണ് നമ്മൾ വെക്ടേഴ്സിനെ ആഡ് ചെയ്യുന്നത്, ഏതൊക്കെ സാഹചര്യത്തിലാണ് വെക്ടേഴ്സ് ആഡ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. അതായത് അഡീഷൻ ഓഫ് വെക്ടേഴ്സ് ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ, ദെൻ ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ എന്നുള്ള ടോപ്പിക്ക്, ദെൻ പാരലോഗ്രാം ഓഫ് വെക്ടർ അഡീഷൻ. അതിനുശേഷം നമ്മൾ ഈ കോൺസെപ്റ്റ് ഉൾപ്പെടുന്ന കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസും പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടൊരു കേസ് ആദ്യം പരിശോധിക്കാം. നോക്കൂ, ഒരു ഒബ്ജക്റ്റ് എടുത്തിരിക്കാൻ. ഇവിടെ ഈ ഒബ്ജക്റ്റ് മുകളിലായിട്ട് ഞാൻ 2 ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. 30 ന്യൂട്ടൺ എന്നുള്ളൊരു ഫോഴ്സും അതേപോലെ 40 ന്യൂട്ടൺ എന്നുള്ള ഒരു ഫോഴ്സും അപ്ലൈ ചെയ്യാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് ഇവിടുത്തെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ അതിനെ വെക്റ്റർ ഫോമിൽ എഴുതുകയാണെങ്കിൽ നമുക്കറിയാം 30 ന്യൂട്ടൺ എന്നുള്ളത് ഈ ഒരു വെക്റ്റർ ഫോമിൽ എഴുതുകയാണെങ്കിൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. ഈ ആരോ കാണിച്ചിരിക്കുന്നതിൻ്റെ ഡയറക്ഷനാണ്. അതായത് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ റൈറ്റ് ഡയറക്ഷനിലാണ്, ഇറ്റ് ഈസ് ടുവേഴ്സ് റൈറ്റ് ആണ്. അതേപോലെ 40 ന്യൂട്ടണും അതേ ഡയറക്ഷൻ തന്നെയാണ്, പക്ഷേ മാഗ്നിറ്റ്യൂഡ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ റിസൾട്ടൻറ്റ് ഫോഴ്സ് കണ്ടെത്താം? വെക്ടേഴ്സ് ആയതുകൊണ്ട് നമുക്ക് റിസൾട്ടൻറ്റ് ഫോഴ്സ് കണ്ടെത്താൻ വേണ്ടി ഇത് ആഡ് ചെയ്യാൻ വേണ്ടി ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് റിസൾട്ടൻറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു, അപ്പോൾ എങ്ങനെ വരും, 30 + 40 ദാറ്റ് ഈസ് 70 ന്യൂട്ടൺ ആയിരിക്കും ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏത് തരത്തിലായിരിക്കും? ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ തരത്തിൽ തന്നെ ഇങ്ങോട്ട് തന്നെ ആയിരിക്കും, ദാറ്റ് ഈസ് ടുവേഴ്സ് റൈറ്റ് ഡയറക്ഷൻ. ഓക്കെ, ഇനി അതേപോലെ വേറൊരു കേസ് നോക്കൂ. 30 ന്യൂട്ടൺ ഫോഴ്സ് ഈ തരത്തിലും 20 ന്യൂട്ടൺ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനുമാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ ദിസ് ഈസ് അവർ 30 ന്യൂട്ടൺ ആൻഡ് 20 ന്യൂട്ടൺ ഈ തരത്തിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 30 ന്യൂട്ടൻ്റെ ഡയറക്ഷൻ പോസിറ്റീവ് എടുക്കുന്നു, 20 ന്യൂട്ടൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ആയതുകൊണ്ട് we are taking -i. അപ്പോൾ എങ്ങനെ എഴുതാം? 30 - 20 you will get as 10 ന്യൂട്ടൺ. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 30 ന്യൂട്ടൺ അങ്ങോട്ടും 20 ഇങ്ങോട്ടാണെങ്കിൽ ഇതിൻ്റെ റിസൾട്ടൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് 10 ന്യൂട്ടൺ ഇൻ ദിസ് ഡയറക്ഷൻ ആയിരിക്കും. ഇവിടെ 70 ന്യൂട്ടൺ ആണ് റൈറ്റ് ഡയറക്ഷൻ എങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10 ന്യൂട്ടൺ ആയിരിക്കും, ദാറ്റ് ഈസ് ഇൻ ദി റിവേഴ്സ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ കേസിൽ 2 വെക്ടേഴ്സും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് നമ്മൾ റിസൾട്ടൻറ്റ് കാണാൻ വേണ്ടി അതിൻ്റെ സമ്മ് കാണാൻ വേണ്ടി ജസ്റ്റ് ആഡ് ചെയ്യുകയാണ് ചെയ്തത്. വെക്ടേഴ്സ് കറക്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? വലിയ വെക്ടറിൽ നിന്ന് ചെറിയ വെക്ടർ മൈനസ് ചെയ്തു. അതായത് 30 - 20, അപ്പോൾ കിട്ടിയ 10 ന്യൂട്ടൺ. ഏതാണ് പിന്നെ വലിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ? അതായിരിക്കും റിസൾട്ടൻറ്റ് വെക്ടറിൻ്റെ അല്ലെങ്കിൽ ആ സമ്മിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ കേസിൽ നമ്മൾ കണ്ടു ആംഗിൾ ഇവിടെ തീറ്റ എന്നുള്ളത് നോക്കൂ 0 ഡിഗ്രിയാണ്. അതായത് പാരലാവുന്ന കേസിൽ, അതായത് 30യും 40യും പാരലായതുകൊണ്ട് ടു വെക്ടേഴ്സ് ആർ പാരലൽ, ദ ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 0 ഡിഗ്രി. കാരണം രണ്ടും ഒരേ ഡയറക്ഷനാണ്. ഇവിടെ കണ്ടു നമ്മൾ ആൻറ്റി പാരലായിട്ടാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. വെൻ ടു വെക്ടേഴ്സ് ആർ ആൻറ്റി പാരൽ, ദ ആംഗിൾ ബിറ്റ്വീൻ നമുക്ക് ഇങ്ങനെ എഴുതാം 180 ഡിഗ്രി. ഒന്ന് അങ്ങോട്ടാണ്, ഒന്ന് ഈ തരത്തിലാണ്. ഇനി ഈ 2 കേസ് മാറ്റി നിർത്തിയാൽ പല കേസുകൾ വീണ്ടും വരാം. അതായത് വെക്ടേഴ്സ് ആയിട്ട് ഡിഫറൻറ്റ് ആംഗിൾസ് ഇങ്ങനെ തന്നെ ഒരേ തരത്തിൽ തന്നെ ഈ തരത്തിൽ തന്നെ ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നില്ല. നോക്കൂ, ഇവിടെ വേറൊരു കേസ് എടുത്തിരിക്കുകയാണ്. 4 മീറ്റർ എന്നുള്ള ഒരു ഡിസ്പ്ലേസ്മെൻറ്റും അല്ലെങ്കിൽ ഒരു പൊസിഷൻ ഈ തരത്തിൽ കാണിച്ചിരിക്കുകയാണ്. ദെൻ 3 മീറ്റർ എന്നുള്ള ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങനെ, ദിസ് 4 മീറ്റർ, ദിസ് ഈസ് 3 മീറ്റർ. അതായത് ഒരു ബോഡി ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് 4 മീറ്ററും അതിൽ നിന്ന് ഈ ഡയറക്ഷനിൽ 3 മീറ്റർ സഞ്ചരിച്ചെങ്കിൽ ഇതിൻ്റെ റിസൾട്ടൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, ഇതിൻ്റെ ഓവറോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന് നമുക്ക് കണ്ടെത്തണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ 4 മീറ്റർ എന്നുള്ള ആ ഒരു മാഗ്നിറ്റ്യൂഡ് അത് വെക്ടർ ഫോമിൽ ഈ തരത്തിൽ എഴുതി, ദറ്റ് ഈസ് 4 മീറ്റർ ഈ ഡയറക്ഷനിലാണ്. ദെൻ 3 മീറ്റർ എന്നുള്ള വെക്ടർ ഇങ്ങനെ എഴുതി, ദറ്റ് ഈസ് 3 മീറ്റർ. ആക്ച്വലി ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ട്രയാങ്കിളിൻ്റെ 2 സൈഡുകളായിട്ടാണ്. ദിസ് 4 മീറ്റർ എന്നുള്ള ഈ ഒരു സൈഡ്, 3 മീറ്റർ എന്നുള്ള ഒരു സൈഡ്. അപ്പോൾ നമുക്ക് ട്രയാങ്കിളിനെ സംബന്ധിച്ച് 3ാമത്തെ സൈഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓക്കെ, അതാണ് നമ്മൾ R എന്ന് എടുത്തിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ടൻറ്റ് കാണാം? നമുക്ക് ഇവിടെ നോക്കുന്നത് ട്രയാങ്കിൾ ആയതുകൊണ്ട് നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ വളരെ എളുപ്പമാണ്. ദാറ്റ് ഈസ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. സോ R ഇസ് ഈക്വൽ ടു √4² + 3². അപ്പോൾ എന്ത് കിട്ടും? √16 + 9 ദാറ്റ് ഈസ് √25 ദാറ്റ് ഈസ് 5 മീറ്റർ. സോ റിസൾട്ടൻറ്റ് R ഇസ് ഈക്വൽ ടു 5 മീറ്റർ എന്നുള്ളതായിരിക്കും
ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, റിസൾട്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇസ് ഇൻ ദി ഡയറക്ഷൻ ഈസ് ആക്ടിങ് ഇൻ ദിസ് വേ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മൂന്നാമത്തെ കേസിൽ കണ്ടത് ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡുകളായിട്ടാണ് ഈ രണ്ട് വെക്ടേഴ്സ് എടുത്തതെങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റായി കിട്ടിയത് ഈ മൂന്നാമത്തെ വെക്ടറായിട്ടാണ് കിട്ടിയത്. അപ്പോൾ നമുക്കതിനെ ഒരു ലോ രൂപത്തിൽ സ്റ്റേറ്റ് ചെയ്യുക. അതിനാണ് നമ്മൾ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ്? വെൻ ടു വെക്ടേഴ്സ് ആർ റെപ്രസെൻറ്റഡ് ആസ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ. അതായത് രണ്ട് വെക്ടർ, ഇവിടെ ഒരു 4 മീറ്റർ എന്നുള്ള ഒരു വെക്ടറും 3 മീറ്റർ എന്നുള്ള രണ്ട് വെക്ടേഴ്സ് ഇരിക്കുന്നത് ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡുകളാണെങ്കിൽ ദെൻ ദ തേർഡ് സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ സൈഡിനെ എങ്ങനെ എടുക്കണം? ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതായത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ വെക്ടർ ഞാൻ ഇവിടെ ഇങ്ങോട്ട് മാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇതെങ്ങനെയാണ്? നമ്മൾ അതേ ഡയറക്ഷനിൽ ഇങ്ങോട്ട് മാർക്ക് ചെയ്യരുത്. തേർഡ് സൈഡ് എന്നുള്ളത് അതിൻ്റെ റിവേഴ്സ് ഓർഡറിൽ, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് പിന്നെ നാച്ചുറലി ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ല എടുക്കേണ്ടത്, അത് റിവേഴ്സ് ഡയറക്ഷനിലാണ് തേർഡ് വെക്ടറിൻ്റെ അല്ലെങ്കിൽ ആ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് അതിൻ്റെ ഡയറക്ഷൻ എടുക്കേണ്ടത്. ദാറ്റ് ഈസ് തേർഡ് സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ റെപ്രസെൻറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദി റിസൾട്ടൻറ്റ് വെക്ടർ. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ട്രയാങ്കിളിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആംഗിൾ മെഷർ ചെയ്യുന്നത് ഒന്നെങ്കിൽ ആംഗിൾ ടൈൽ ടു ടൈലാണ് എടുക്കേണ്ടത്. അതായത് ടൈലിൽ നിന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് ടൈൽ ടു ടൈലാണ് ആംഗിൾ മെഷർ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ രണ്ട് ഹെഡുകൾക്കിടയ്ക്കുള്ള ആംഗിൾസ് ആണ് വെക്ടറിൻ്റെ എടുക്കേണ്ടത്, ഹെഡ് ടു ഹെഡ്. അല്ലാതെ ഹെഡ് ടു ടൈലോ ടൈൽ ടു ഹെഡോ തരത്തിൽ ആംഗിൾ മെഷർ ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് ട്രയാങ്കിളുമായി ബന്ധപ്പെട്ട ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം നോക്കാം. Rain is falling vertically with a speed of 35 meter per second. Wind starts blowing after some time with a speed of 12 meter per second in west to east direction. In which direction should a boy waiting at a bus stop hold his umbrella? അത് മഴ വെർട്ടിക്കൽ ഡയറക്ഷനിൽ പെയ്യുകയാണ്. ആ സമയത്ത് ഒരു കാറ്റ് വീശുകയാണ് 12 മീറ്റർ പെർ സെക്കൻഡിൽ ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ ബസ് സ്റ്റോപ്പിൽ ബസ് വെയിറ്റ് ചെയ്യുന്ന കുട്ടി മഴ കൊള്ളാതിരിക്കണമെങ്കിൽ ഏത് ഡയറക്ഷനിലാണ് കുട ഹോൾഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നോക്കൂ, ഇതാണ് നമ്മുടെ വെലോസിറ്റി ഓഫ് ദി റെയിൻ എന്ന് പറയുന്നത്. VR = 35 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ മഴ വെർട്ടിക്കലായിട്ട് പെയ്യുകയാണെങ്കിൽ നമുക്ക് കുട ഈ തരത്തിൽ പിടിച്ചാൽ മതി. പക്ഷേ കാറ്റ് വീശുന്ന സമയത്ത് ഈ വെള്ളത്തുള്ളികൾ വീഴുന്നതിൻ്റെ ഡയറക്ഷൻ ഈ തരത്തിൽ ആയി മാറും, ഇങ്ങനെ ആയി മാറും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? കുട ഈ തരത്തിൽ തിരിച്ച് പിടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എത്ര ആംഗിളിലാണ് ഇത് പിടിക്കേണ്ടത് എന്നുള്ളതാണ് പറയേണ്ടത്. അപ്പോൾ വെലോസിറ്റി ഓഫ് വിൻഡ് എന്ന് പറയുന്നത് 15 മീറ്റർ പെർ സെക്കൻഡ് ആണ്. വെലോസിറ്റി ഓഫ് വിൻഡ് എന്ന് പറയുന്നത് 12 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുപോലെ വെലോസിറ്റി ഓഫ് റെയിൻ എന്ന് പറയുന്നത് 35 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ നമുക്കതിനെ വെക്റ്റർ ആയിട്ട് വരയ്ക്കാം. ഇതാണ് നമ്മുടെ വെലോസിറ്റി ഓഫ് ദ വിൻഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് VW. അതായത് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ് വരച്ചിരിക്കുന്നത്. അതേപോലെ വെലോസിറ്റി ഓഫ് ദ റെയിൻ എന്ന് പറയുന്നത് നോക്കൂ, ഇസ് വെലോസിറ്റി ഓഫ് ദ റെയിൻ ദാറ്റ് ഈസ് VR. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡാണ് ഈ വെക്ടർ, രണ്ടാമത്തെ സൈഡാണ് ഈ വെക്ടർ. അപ്പോൾ നമുക്കറിയാം ലോ പ്രകാരം മൂന്നാമത്തെ സൈഡ് എന്ന് പറയുന്നത് അതിൻ്റെ റിസൾട്ടൻ്റ് ആയിരിക്കും. ആ റിസൾട്ട് നമ്മൾ എങ്ങനെ എടുക്കേണ്ടത്? ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയല്ല, തിരിച്ച് ഈ ഡയറക്ഷനിലാണ് എടുക്കേണ്ടത്. ഓക്കെ, ഇനി നോക്കൂ, ഈ ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ആംഗിൾ എന്നുള്ളത് ഒന്നെങ്കിൽ രണ്ട് ഹെഡുകൾ തമ്മിലുള്ള ആംഗിൾ ആയിരിക്കും, അല്ലെങ്കിൽ രണ്ട് ടൈലുകൾ തമ്മിലുള്ള ആംഗിൾ. ഇവിടെ നമ്മൾ ഈ ഹെഡും തമ്മിലുള്ള ആംഗിൾ ദാറ്റ് ഈസ് തീറ്റ. ഈ തീറ്റയുടെ വാല്യൂ ആണ് കണ്ടെത്തേണ്ടത്. നമുക്ക് അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇതിൻ്റെ റിസൾട്ടൻ്റ് എന്താണെന്ന് കണ്ടെത്തണം. അപ്പോൾ റിസൾട്ടൻ്റ് കാണാൻ വേണ്ടി ദാറ്റ് ഈസ് R = √VW² + VR². അതായത് രണ്ട് വെലോസിറ്റിയുടെയും റിസൾട്ടൻ്റ് കാണുകയാണ് വേണ്ടത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു വിൻഡിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 12² ആണ്, പ്ലസ് സൈനിൻ്റെ 35² ആണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 37 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളതായിരിക്കും. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 37 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളതായിരിക്കും. ഇനി നമുക്ക് കാണേണ്ടത് എത്ര ആംഗിൾ, അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലാണ് കുട പിടിക്കേണ്ടതെന്നുള്ളതാണ്. അതിനുവേണ്ടി നമുക്ക് കണ്ടെത്തേണ്ടത് ടാൻ തീറ്റയാണ്. യു ഫൈൻഡ് ടാൻ തീറ്റ. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്? ഇവിടെ നോക്കൂ, ഈ സൈഡ് ബൈ ഈ സൈഡ്. അതേപോലെ ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ദാറ്റ് ഈസ് VW പറഞ്ഞാൽ 12/35 എന്നുള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 12/35 അബൌട്ട് നമുക്ക് 19 ഡിഗ്രി എന്ന് കിട്ടും. ഇത് കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടാൻ 19 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് 19 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് കുട പിടിക്കേണ്ടത്?
ദാറ്റ് ഈസ് ദ ബോയ് ഷുഡ് ഹോൾഡ് ഹിസ് അംബ്രല്ല ഇൻ എ വെർട്ടിക്കൽ പ്ലെയിൻ അറ്റ് ആൻ ആംഗിൾ ഓഫ് 19 ഡിഗ്രി ടുവേഴ്സ് വെസ്റ്റ്. ഈ ഡയറക്ഷനിൽ, വെസ്റ്റ് ഡയറക്ഷനിലാണ് കുട പിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആളെ സംബന്ധിച്ച് മഴ കൊള്ളില്ല. നമുക്ക് പാരലോഗ്രാം ലോ ഓഫ് വെക്ടേഴ്സ് എന്താണെന്നുള്ളത് നോക്കാം. നോക്കൂ, ഹിയർ ഇസ് എ ബോഡി ആൻഡ് വി ആർ അപ്ലൈയിങ് ടു ഫോഴ്സസ് F1 ആൻഡ് F2 അറ്റ് ദ സെയിം പോയിന്റ്. ഒരേ പോയിന്റിൽ തന്നെ F1 F2 എന്നുള്ള രണ്ട് ഫോഴ്സുകൾ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിനെ മാറ്റി ഇങ്ങോട്ട് വരയ്ക്കുകയാണെങ്കിൽ F1 എന്നുള്ള ഫോഴ്സ് എന്നുള്ള ഈ തരത്തിൽ വരച്ചു, ഒരു വെക്ടറായിട്ട് F1 ആൻഡ് F2 എന്നുള്ള ഫോഴ്സ് അതേ ഡയറക്ഷൻ മാറ്റാതെ ഈ തരത്തിലും വരച്ചു. F2, ദിസ് ഈസ് F1, ദിസ് ഈസ് F2. അപ്പോൾ നമുക്കറിയാം ട്രയാങ്കിൾ ലോ പ്രകാരം ഇത് ഒരു സൈഡാണ്, ഇത് രണ്ടാമത്തെ സൈഡാണെങ്കിൽ തേർഡ് സൈഡ് എന്നുള്ളത് റിവേഴ്സ് ഓർഡറിൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ട് നമുക്ക് കിട്ടും. പക്ഷേ ഇങ്ങനെ ട്രയാങ്കിൾ ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈതഗോറസ് ഇവിടെ അപ്ലൈ ചെയ്യാൻ കഴിയില്ല. കാരണം ഇത് തമ്മിലുള്ള ആംഗിൾ F1 F2 തമ്മിലുള്ള ആംഗിൾ എന്തല്ല 90 ഡിഗ്രി അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് പാരലോഗ്രാം ലോ ഓഫ് വെക്ടേഴ്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ എളുപ്പത്തിൽ റിസൾട്ടൻ്റ് കാണാൻ കഴിയും. അതായത് അതിനുവേണ്ടി എടുക്കേണ്ടത് ഈ രണ്ട് ഫോഴ്സുകളെ പാരലോഗ്രാമിൻ്റെ രണ്ട് അഡ്ജസ്റ്റൻറ്റ് സൈഡുകളായിട്ട് എടുക്കുക. ഞാൻ എടുക്കുന്ന അഡ്ജസ്റ്റൻറ്റ് സൈഡുകൾ ഒരേ പോയിന്റിൽ നിന്നാണ് എടുക്കേണ്ടത്. ദാറ്റ് ഈസ് ഫ്രം ദി സെയിം പോയിന്റ്. ദാറ്റ് ഈസ് ടേക്ക് ടു ഫോഴ്സസ് ആസ് അഡ്ജസ്റ്റൻറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം ഫ്രം സെയിം പോയിന്റ്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഫിഗർ. F1 എന്നുള്ള ഒരു ഫോഴ്സ്, F2 എന്നുള്ള ഒരു ഫോഴ്സ്, ദാറ്റ്സ് F1, ദിസ് ഈസ് F2. അത് ഒരേ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പാരലോഗ്രാമിൻ്റെ ഡയഗണൽ, ഇതാണ് നമുക്കറിയാം, ഇതാണ് ഡയഗണൽ. ഈ ഡയഗണലായിരിക്കും അതിൻ്റെ റിസൾട്ടൻ. ഡ്രോ ദി ഡയഗണൽ ഫ്രം ദി സെയിം പോയിന്റ്. അപ്പോൾ ആ രണ്ട് ഫോഴ്സുകളും പാരലോഗ്രാമിൻ്റെ രണ്ട് അഡ്ജസ്റ്റൻറ്റ് സൈഡുകളായിട്ട് ഒരേ പോയിന്റിൽ നിന്ന് വരയ്ക്കുക. ദെൻ ഡ്രോ ദി ഡയഗണൽ ആൾസോ ഫ്രം ദ സെയിം പോയിന്റ്. ദെൻ ദ ഡയഗണൽ വിൽ റെപ്രസെൻറ്റ് ദി റിസൾട്ടൻറ്റ്. അതാണ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടേഴ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വിശദമായിട്ട് നോക്കാം. ഇഫ് ടു വെക്ടേഴ്സ് ആക്ടിങ് സൈമൾട്ടാനിയസ്ലി ഫ്രം എ പോയിന്റ്, അതായത് ഒരേ പോയിന്റിൽ തന്നെ രണ്ട് വെക്ടേഴ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ they are represented by two adjacent sides of a parallelogram. If two vectors acting simultaneously from a point are represented by two adjacent sides of a parallelogram. പാരലോഗ്രാമിൻ്റെ രണ്ട് അഡ്ജസ്റ്റൻറ്റ് സൈഡിലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ then the resultant is represented by the diagonal of the parallelogram. അപ്പോൾ ആ പാരലോഗ്രാമിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്, പാരലോഗ്രാമിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത് ഇതിൻ്റെ റിസൾട്ടൻ്റ് ആയിരിക്കും. റെപ്രസെൻറ്റഡ് ബൈ ദി ഡയഗണൽ ഓഫ് ദി പാരലോഗ്രാം ഡ്രോൺ ഫ്രം ദി സെയിം പോയിന്റ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിസൾട്ടൻ്റ് ആർ എന്നുള്ളത്. ഇവിടെ നോക്കൂ, ഇത് നമുക്ക് ഈ തരത്തിൽ ഇവിടെ കാണാൻ കഴിയും. ഇത് F1 എന്നുള്ള ഫോഴ്സാണ് ഇവിടെ കാണുന്നുണ്ട്. ഇത് F2 ആണെങ്കിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, F2 എന്ന് എഴുതാം. ഇത് F1 ആണെങ്കിൽ നമുക്ക് ഇതും F1 എന്ന് എഴുതാം. ഇത് തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. F1 ഉം F2 തമ്മിലുള്ള ആംഗിളാണ് തീറ്റ എന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ, അതായത് രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ആക്ട് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആംഗിൾ നമുക്ക് ട്രയാങ്കിളിലോ എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാൻ കഴിയും. ട്രയാങ്കിളിലോ. ഇനി അതല്ല 90 അല്ലാതെ ഒരു ആംഗിൾ ആണെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് നോട്ട് 90 ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് പാരലോഗ്രാം ലോ ആണ് എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാൻ കഴിയുക. പാരലോഗ്രാം ലോ, ഇതാണ് ട്രയാങ്കിൾ ലോയും പാരലോഗ്രാം ലോയും അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്. 90 ഡിഗ്രിയാണ്, രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ട്രയാങ്കിൾ ലോ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ പൈതഗോറസ് തിയറം വെച്ചിട്ട് ഹൈപ്പോട്ടന്യൂസ് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ടൻ്റ് കാണാൻ കഴിയും. നമുക്ക് ടാൻ തീറ്റ കണ്ടു കഴിഞ്ഞാൽ ആംഗിളും കാണാൻ കഴിയും. പക്ഷെ അതല്ലാത്ത തരത്തിലുള്ള ഒരേ പോയിന്റ് രണ്ട് വെക്ടേഴ്സ് ഡിഫറെൻറ്റ് ആംഗിൾസിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പാരലോഗ്രാമിലാണ് ഉപയോഗിക്കാൻ നല്ലത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ റിസൾട്ടൻ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് അതേപോലെ ഡയറക്ഷൻ എന്നിവ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് മാഗ്നിറ്റ്യൂഡാണ് കണ്ടുപിടിക്കുന്നത്. യുനോ P ആൻഡ് Q ആർ ദ ടു വെക്ടേഴ്സ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു പാരലോഗ്രാമിൻ്റെ രണ്ട് അഡ്ജസ്റ്റൻറ്റ് സൈഡുകളായിട്ടാണ് നമ്മൾ P ആൻഡ് Q എന്നുള്ള രണ്ട് വെക്ടേഴ്സിനെ എടുത്തിരിക്കുന്നത്. R ഈസ് ദി റിസൾട്ടൻ്റ് വെക്ടർ. അപ്പോൾ നമ്മൾ ഒരു പാരലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യുകയാണ് ഈ തരത്തിൽ AB DE like that, and we are extending this AB to C, that is BC എന്നൊരു പോർഷൻ കിട്ടുന്നു. Then draw a perpendicular. Okay, now theta is the angle between vector P and vector Q. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം ഈ PQ എന്നുള്ള ഇടയ്ക്കുള്ള ഈ ആംഗിൾ തന്നെയായിരിക്കും ഇവിടെയുള്ള ഈ ആംഗിളും, because these two lines are parallel. ഇവിടെയുള്ള വെക്ടർ Q ആണ്. Usually this will be Q because opposite sides of parallelogram. അതേപോലെ here is P, so this side will be also P. Okay, and alpha is the angle made by the resultant vector with the vector P. അതായത് റിസൾട്ടൻ്റ് വെക്ടറാണ് R,
പാരലോഗ്രാമിൻ്റെ ഡയഗണലാണ് റിസൾട്ടൻ്റ് വെക്ടർ. ആ റിസൾട്ടൻ്റ് വെക്ടറും ഈ പിയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ആൽഫ എന്നുള്ളത്. ഓക്കെ, നൗ look at the triangle BCD. Triangle BCD. From that, you have to find sin theta. What is sin theta? You know sin theta is equal to opposite side by hypotenuse. Okay. So what is opposite side? Opposite side is here DC divided by what is hypotenuse? This side, that is Q. നമ്മൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. So what is DC? DC is equal to Q sin theta. Okay. Then ഇതേ ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് cos theta കണ്ടെത്തണം. What is cos theta? Cos theta is equal to adjacent side, that is BC by BD or BC by this side, that is Q. So you get BC is equal to Q cos theta. BC is equal to Q cos theta and DC is equal to Q sin theta. ഇനി നോക്കാം, ഒരു വലിയ ട്രയാങ്കിൾ ACD എന്നുള്ള ഒരു വലിയ ട്രയാങ്കിൾ നോക്കാം. ട്രയാങ്കിൾ ACD. ഈ ട്രയാങ്കിളിൽ നിന്ന് നമുക്കറിയാം ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, ദാറ്റ് ഈസ് AC സ്ക്വയർ. ദിസ് ഈസ് AC സ്ക്വയർ പ്ലസ് CD സ്ക്വയർ. ഓക്കെ, നമുക്കറിയാം AB എന്നുള്ളതിനെ എങ്ങനെ എഴുതാൻ പറ്റും നോക്കൂ. AB പ്ലസ് BC. AB എന്ന് പറഞ്ഞാൽ AC എന്ന് പറഞ്ഞാൽ AB പ്ലസ് BC ആണ്. ദാറ്റ് ഈസ് AB പ്ലസ് BC ദി ഹോൾ സ്ക്വയർ പ്ലസ് ദെൻ CD സ്ക്വയർ ലൈക്ക് ദാറ്റ്. ഓക്കെ, നൗ വാട്ട് ഈസ് അവർ AB? AB എന്ന് പറയുന്നത് എന്താണ്? AB ഈസ് ഈക്വൽ ടു P ആണ്, വെക്ടർ P ആണ്. ദാറ്റ് ഈസ് നമുക്കതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കാം. BC എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കിട്ടിയിട്ടുണ്ട്. BC എന്ന് പറഞ്ഞാൽ Q cos theta ആണ്. BC ഈസ് ഈക്വൽ ടു Q cos theta. ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. Q cos theta the whole square plus what is CD or DC? നമുക്ക് CD അല്ലെങ്കിൽ DC എന്ന് എഴുതാം. CD സ്ക്വയറിന് പകരം നമുക്ക് Q sin theta എഴുതാം whole square. Okay, so this can be again written as A plus B whole square expansion ആണ്. A square plus 2AB plus B square. അപ്പോൾ അതിനെ എക്സ്പാൻഡ് ചെയ്യാം. P square plus that is P square plus then B square. B means the over in the square, that is Q square cos square theta plus 2 into A into B, that is 2 into P then Q cos theta plus then expanding this we will get Q square sin square theta. Okay, ഒന്നുകൂടി ക്ലിയർ ആക്കാം. R square എന്ന് പറയുന്നത് നമുക്ക് AC square plus CD square എന്ന് എഴുതാം. AC can be written as AB plus BC plus CD. നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട് Q sin theta എന്നുള്ളത്. അപ്പോൾ ABക്ക് പകരമായിട്ട് P കൊടുത്തു. P plus Q cos theta the whole square plus Q sin theta the whole square. അപ്പോൾ നമുക്ക് കിട്ടും P square plus Q square cos square theta plus 2PQ cos theta plus Q square sin square theta. ഇവിടെ നോക്കൂ, നമുക്ക് ഈ രണ്ട് ടേമിനെ കൂടി ക്ലബ് ചെയ്യാം. അപ്പോൾ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് P square plus Q 2PQ cos theta പ്ലസ് ഇവിടെ Q സ്ക്വയർ രണ്ടിലും കോമൺ ആണ്. Q സ്ക്വയർ പ്ലസ് നമുക്കിതിനെ cos സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. അറിയാവുന്ന ഒരു ഐഡൻറ്റിറ്റിയാണ്. ട്രിഗണോമെട്രിയിൽ cos സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് P സ്ക്വയർ പ്ലസ് 2PQ cos theta plus Q square. This is our R square. അപ്പോൾ നമുക്ക് റിസൾട്ടൻ്റ് R കിട്ടണമെങ്കിൽ ടേക്ക് ദ സ്ക്വയർ റൂട്ട് ഓഫ് ഇറ്റ്. ദാറ്റ് ഈസ് R is equal to root of P square. നമുക്ക് Q square ഇങ്ങോട്ട് എഴുതാം. Q square plus 2PQ cos theta. So that is the magnitude of the resultant vector R. R is equal to root of P square plus Q square plus 2PQ cos theta. ഇത് നമുക്ക് ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് കൂടി കണ്ടെത്തണം. അതായത് ഡയറക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ആൽഫ എന്നുള്ള ആംഗിൾ. വാട്ട് ഈസ് ദ ആംഗിൾ ആൽഫ? ആൽഫ ഇസ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദി റിസൾട്ടന്റ് വെക്ടർ ആർ വിത്ത് ദ വെക്ടർ പി. ആ ആൽഫയുടെ വാല്യൂ കൂടി നമുക്ക് കണ്ടെത്തണം. അതിനുവേണ്ടി നമ്മൾ വീണ്ടും ട്രയാങ്കിൾ ACD എന്നുള്ള ഈ ട്രയാങ്കിൾ എടുക്കുക. ACD ആ ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് ടാൻ ആൽഫ, ഈ ആംഗിളാണ് ആൽഫ. ടാൻ ആൽഫ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്. ദാറ്റ് ഈസ്
this side by this side, that is from the triangle ACD tan alpha is equal to, that is CD divided by then this side, that is AC. Okay, see, that is equal to, what is CD? CD എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത് Q sin theta എന്നുള്ളതാണ്, ഡിവൈഡഡ് ബൈ AC എന്നുള്ളതിനെ നമുക്ക് നേരത്തെ പോലെ AB plus BC എന്ന് എഴുതാം. AB plus AC എന്നുള്ളതിനെ നമുക്ക് എന്ത് എഴുതാം? AB plus BC എന്ന് എഴുതാം. വാട്ട് ഈസ് അവർ AB? AB എന്ന് പറഞ്ഞാൽ P ആണ്. BC എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ട് Q cos theta ആണ്. That is Q cos theta. So tan alpha is equal to Q sin theta divided by P plus Q cos theta. Alpha is equal to tan inverse Q sin theta divided by P plus Q cos theta. So this is the value of alpha. What is alpha? Alpha is the angle made by the resultant vector with the vector P. അതേപോലെ നമുക്ക് റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടിയത് R was P square plus Q square plus 2PQ cos theta. ഈ തരത്തിലാണ് നമ്മൾ പാരലോഗ്രാമിൽ റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡും അതേപോലെ ഡയറക്ഷനും കണ്ടെത്തുന്നത്. രണ്ട് എക്സ്പ്രഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് എന്താണ് ലോ ഓഫ് കൊസൈൻസ് ആൻഡ് ലോ ഓഫ് സൈൻസ് എന്നിവ നോക്കാം. ലോ ഓഫ് കൊസൈൻസ് പറഞ്ഞാൽ നമ്മളിപ്പോൾ പ്രൂവ് ചെയ്ത റിസൾട്ടന്റിന്റെ ഇക്വേഷൻ തന്നെയാണ് ലോ ഓഫ് കൊസൈൻസ് എന്ന് പറയുന്നത്. എന്തായിരുന്നു ഇക്വേഷൻ? റിസൾട്ടന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് R വാസ് P സ്ക്വയർ പ്ലസ് Q സ്ക്വയർ പ്ലസ് 2PQ cos theta. PQ എന്നുള്ളത് ഒരു പാരലോഗ്രാമിന്റെ രണ്ട് അഡ്ജസന്റ് സൈഡുകളായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഈ തരത്തിലായിരുന്നു. ദിസ് ഈസ് നോൺ ആസ് ലോ ഓഫ് കൊസൈൻസ്. നമുക്ക് എന്താണ് ലോ ഓഫ് സൈൻസ് നോക്കാം. അതിനുവേണ്ടി ഈ തരത്തിലുള്ള ഒരു ചിത്രം കൺസിഡർ ചെയ്യാം. ഇവിടെ എടുത്തിരിക്കുന്ന രണ്ട് വെക്ടേഴ്സ് A ആൻഡ് B ആണ്. ഇനി വേണമെങ്കിൽ PQ എന്ന് എടുക്കാം, ഇത് വേണമെങ്കിൽ എടുക്കാം. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ ആൽഫ എന്നുള്ളത് ഈ റിസൾട്ടന്റും എയും തമ്മിലുള്ള ആംഗിളാണ്. ആൻഡ് ദിസ് ആംഗിൾ ഇസ് തീറ്റ. ആൻഡ് ഇവിടെ വേറെ ആംഗിൾ കൂടി എടുത്തിട്ടുണ്ട്. ദിസ് ആംഗിൾ ഇസ് ബീറ്റ. അതായത് ഇവിടെ ആൽഫയും ബീറ്റയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് തീറ്റ എന്നുള്ള ആംഗിളാണ്. നേരത്തെ ഫിഗറിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇവിടെ തീറ്റ കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ തീറ്റ ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ. അതേപോലെ തന്നെ നോക്കൂ, ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ദിസ് ഈസ് അഗെയിൻ തീറ്റ. ഈ ആംഗിൾ ബീറ്റ എന്ന് മാർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ലൈനിൻ്റെ ഈ സൈഡ് കിടക്കുന്ന ഈ ആംഗിളും മാത്തമാറ്റിക്സ് പ്രകാരം ബീറ്റ എന്ന് മാർക്ക് ചെയ്യാം. ദിസ് ഈസ് ബീറ്റ. സോ ദിസ് ഈസ് അഗെയിൻ ബീറ്റ. ഇനി ഞാൻ ഈ എക്സ് എന്നുള്ള പോയിന്റിൽ നിന്ന് perpendicular is drawing to this point. So XY എന്നുള്ള ഈ ലൈൻ വരച്ചിരിക്കുന്നു. ദിസ് ആംഗിൾ ഇസ് 90 ഡിഗ്രി. ഓക്കെ, നേരത്തെ ചെയ്തപോലെ നമുക്ക് ഈ സൈഡിൻ്റെയും ലെങ്ത് കണ്ടെത്തണം. അതിനുവേണ്ടി സൈൻ തീറ്റ നോക്കൂ. സൈൻ തീറ്റ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ്, ദാറ്റ് ഈസ് SQ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് B. SQ ഡിവൈഡഡ് ബൈ B. സോ SQ is equal to B സൈൻ തീറ്റ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതേപോലെ കോസ് തീറ്റ കണ്ടെത്തുക. കോസ് തീറ്റ is equal to what? XS divided by adjacent side divided by hypotenuse, that is B. So XS is equal to B cos theta. ആ രണ്ട് കാര്യങ്ങൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. XSന്റെ വാല്യൂ B cos തീറ്റയും അതേപോലെ SQന്റെ വാല്യൂ B sin തീറ്റയും. ഇനി നമുക്ക് ട്രയാങ്കിൾ OXY എന്നുള്ള ആംഗിൾ നോക്കാം. OXY ഈ ട്രയാങ്കിൾ എടുക്കണം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് OXY. അതിൽ നമുക്ക് എന്താണ് സൈൻ ആൽഫ എന്ന് നോക്കാം. വാട്ട് ഈസ് സൈൻ ആൽഫ? സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു നമുക്കറിയാം എന്താണ് ആൽഫ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്, what is opposite side? This side, that is XY divided by what is hypotenuse? Hypotenuse എന്ന് പറയുന്നത് ഈ ഇതാണ് 90 ഡിഗ്രിയാണ്. അപ്പോൾ അതിനെതിരെ കിടക്കുന്ന ഈ വശമാണ് hypotenuse, that is A. So what is XY? XY is equal to A sin alpha. നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇനി അതിനുശേഷം ട്രയാങ്കിൾ XYQ എടുക്കാം. ട്രയാങ്കിൾ XYQ, ഈ ട്രയാങ്കിൾ XYQ. അതിൽ നമുക്ക് സൈൻ ബീറ്റയാണ് കാണുന്നത്. ദിസ് ഇസ് ബീറ്റ ആംഗിൾ. സോ സൈൻ ബീറ്റ ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം നമുക്ക്? ഓപ്പോസിറ്റ് സൈഡ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പറയുന്നത് ഇതാണ് XY ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് ഹൈപ്പോട്ടന്യൂസ് ഹിയർ? ഇതാണ് ആംഗിൾ 90. അപ്പോൾ അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ഇതായിരിക്കും, ദാറ്റ് ഈസ് B. ഓക്കെ, സോ വാട്ട് ഈസ് XY? XY is equal to B sin beta. Okay, this is equation number 2. നമുക്ക് ഈ ഒന്നും രണ്ടും കൂടി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ LHS ഈക്വൽ ആണ്. അപ്പോൾ ഫ്രം 192 I will write from 192
You can write A sin alpha is equal to B sin beta. നമുക്കതിനെ ഈ സൈൻ ബീറ്റനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പം അങ്ങനെ എഴുതാം A by sin beta is equal to B divided by sin alpha. This is our equation number 3. 3 എന്നുള്ള ഇക്വേഷനായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ട്രയാങ്കിൾ OSQ എന്നുള്ളത് നോക്കാം. OSQ നോക്കൂ, OSQ എന്നുള്ള ഈ ബിഗർ ട്രയാങ്കിൾ OSQ നിന്ന് ഇതേപോലെ സൈൻ ആൽഫ കണ്ടെത്താണ്. ദിസ് ഇസ് ആംഗിൾ ആൽഫ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് പറഞ്ഞാൽ ഇതാണ് ഇവിടെ SQ ബൈ ഹൈപ്പോട്ടനസ് പറയുന്നത് ഈ സൈഡാണ്, ദാറ്റ് ഈസ് OQ. ഓക്കെ, OQ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് R റിസൾട്ടൻ്റ് ആണ്. സോ വാട്ട് ഈസ് അവർ SQ? SQ is equal to R sin alpha. ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കാം. ഇനി ട്രയാങ്കിൾ XSQ നോക്കൂ, XSQ ഇന്ന് നമുക്ക് സൈൻ തീറ്റ കണ്ടെത്തണം. ദാറ്റ് ഈസ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. വാട്ട് ഈസ് ഓപ്പോസിറ്റ് സൈഡ്? SQ ബൈ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് ഇവിടെ ഈ സൈഡാണ്, ദാറ്റ് ഈസ് B. സോ വാട്ട് ഈസ് SQ? SQ is equal to B sin theta. That is equation number 5. 4 5 നോക്കൂ, രണ്ടും SQ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ RHSും ഈക്വൽ ആണെന്ന് എഴുതാം. സോ ദാറ്റ് ഈസ് ഫ്രം 4 and 5 എന്ത് എഴുതാം? R sin alpha is equal to B sin theta. ഓക്കെ, നേരത്തെ പോലെ നമുക്ക് ഈ സൈൻ തീറ്റനെ കൊണ്ടുവരാം. ദാറ്റ് ഈസ് R ബൈ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു B ഡിവൈഡഡ് ബൈ സൈൻ ആൽഫ. ഇനി നമുക്ക് ഇക്വേഷൻ നമ്പർ 6 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ഇട്ടിരിക്കുന്ന ഇക്വേഷൻ നമ്പർ 3യും അഡ്വാൻസ് ഇക്വേഷൻ നമ്പർ 3. ഇക്വേഷൻ നമ്പർ 3 എന്ന് പറയുന്നത് A ബൈ സൈൻ ബീറ്റ ഇസ് ഈക്വൽ ടു B ബൈ സൈൻ ആൽഫ എന്നുള്ളതായിരുന്നു. ഇക്വേഷൻ നമ്പർ 6 എന്ന് പറയുന്നത് R ബൈ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു B ബൈ സൈൻ ആൽഫ. അപ്പോൾ രണ്ടിൻ്റെയും നോക്കൂ, B ബൈ സൈൻ ആൽഫ രണ്ടും റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണ്. അപ്പോൾ ഇത് ഇതിനോട് ഈക്വൽ ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? നമുക്ക് ലോ ഓഫ് കൊസൈൻസ് എന്നുള്ളത് ഫൈനലി നമുക്ക് ഏത് തരത്തിൽ എഴുതാം? ദാറ്റ് ഈസ് A ഡിവൈഡഡ് ബൈ സൈൻ ബീറ്റ ഇസ് ഈക്വൽ ടു ആർക്ക് ഈക്വൽ ആണ്? A ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ R ഡിവൈഡഡ് ബൈ സൈൻ തീറ്റയ്ക്ക് ഈക്വൽ ആണ്. അത് ആർക്ക് ഈക്വൽ തന്നെയാണ്? B ബൈ സൈൻ ആൽഫയ്ക്ക് ഈക്വൽ ആണ്. അപ്പോൾ ഈ തരത്തിൽ എഴുതാം A ബൈ സൈൻ ബീറ്റ ഇസ് ഈക്വൽ ടു B divided by sin alpha is equal to R divided by sin theta. So this is the equation. Is A divided by എന്നുള്ള വെക്ടർ divided by sin beta. ഈ ആംഗിൾ sin beta is equal to B divided by ഈ കിടക്കുന്ന ആംഗിൾ that is B divided by sin alpha is equal to R എന്നുള്ള റിസൾട്ടന്റ് R divided by sin theta. ഓക്കെ, ഈ തരത്തിലാണ് നമ്മൾ ലോ ഓഫ് സയൻസ് എടുക്കേണ്ടത്. ഇനി നമുക്ക് പാരലോഗ്രാം ലോ ഫാക്ടേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം നോക്കാം. എ മോട്ടോർ ബോട്ട് ഈസ് റൈസിംഗ് ടുവേഴ്സ് നോർത്ത് അറ്റ് 25 km/h ആൻഡ് വാട്ടർ കറണ്ട് ഇൻ ദാറ്റ് റീജിയൻ ഈസ് 10 km/h ഇൻ ദി ഡയറക്ഷൻ 60 degree ഈസ്റ്റ് ഓഫ് നോർത്ത്. ഫൈൻഡ് ദി റിസൾട്ടന്റ് വെലോസിറ്റി ഓഫ് ദി ബോട്ട്. നമുക്ക് ഡയഗ്രാം നോക്കാം. ദി നോർത്ത് ഡയറക്ഷൻ, സൗത്ത് ഡയറക്ഷൻ, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. ബോട്ട് ഈസ് മൂവിങ് ഇൻ ദി നോർത്ത് ഡയറക്ഷൻ അറ്റ് എ സ്പീഡ് ഓഫ് 25 km/h. അപ്പോൾ VB എന്ന് പറയുന്നത് 25 km/h ആയിട്ട് നമുക്ക് എടുക്കാം. ദെൻ വാട്ടർ കറണ്ട്, അതായത് വാട്ടർ ഫ്ലോ, വാട്ടർ എങ്ങനെ ഒഴുകുന്നത്? അറ്റ് എ സ്പീഡ് ഓഫ് 10 km/h. ഏത് ആംഗിളിലാണ്? ഇൻ ദ ഡയറക്ഷൻ ഓഫ് 60 degree ഈസ്റ്റ് ഓഫ് സൗത്ത്. അതാണ് സൗത്തിൽ നിന്ന് ഈസ്റ്റിലേക്ക് 60 degree. അപ്പോൾ ഈ തരത്തിലാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. 60 degree, സൗത്തിൽ നിന്ന് ഈസ്റ്റിലേക്ക് 60 degree. ദിസ് ഈസ് അവർ VC. അപ്പോൾ അതാണ് നമ്മൾ എടുക്കേണ്ട ഒരു വെക്ടർ VC, ദാറ്റ് ഈസ് വെലോസിറ്റി ഓഫ് വാട്ടർ കറണ്ട് ആൻഡ് ദിസ് ഈസ് വെലോസിറ്റി ഓഫ് ദി ബോട്ട്. അപ്പോൾ നോക്കൂ, ഇവിടെ ഒരു പോയിന്റ് രണ്ട് വെക്ടേഴ്സ് ആക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഈ തരത്തിലൊരു വെക്ടറും ഈ തരത്തിലുള്ള വെക്ടേഴ്സും. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ പഠിച്ചു പാരലോഗ്രാം ലോ വെക്ടേഴ്സ് ആണ് ആഡ് ചെയ്യേണ്ടത്, ഉപയോഗിക്കേണ്ടത്. എന്താണ് പാരലോഗ്രാം ലോ വെക്ടേഴ്സ്? നമുക്ക് റിസൾട്ടന്റ് കാണാനുള്ള ഫോർമുല √T² + Q² + 2PQ cos θ എന്നുള്ളതായിരുന്നു. ഇവിടെ നമുക്ക് അതേപോലെ തന്നെ P യും Q മാറ്റി VB², ദാറ്റ് ഈസ് വെലോസിറ്റി ഓഫ് ബോട്ട്, പ്ലസ് VC² + 2VB VC cos theta. What is theta? Theta is the angle between these two vectors. ഇവിടെ നോക്കുക, VBയും VCയും തമ്മിലുള്ള ആംഗിൾ കാണണമെങ്കിൽ നമുക്കറിയാം ഈ ആംഗിളാണ് 60 degree തന്നിരിക്കുന്നത്. ഇത് ഈ തരത്തിൽ ടോട്ടൽ 180 degree ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ 120 degree എന്ന് എടുക്കേണ്ടി വരും അല്ലേ?
ദിസ് ഈസ് 120, ദിസ് ഈസ് 60 ഡിഗ്രി. അപ്പോൾ ടോട്ടൽ 180 ആയി. ഇനി നമുക്കിതിൽ അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് നമ്മുടെ വാട്ട് ഈസ് അവർ വി ബി കിലോമീറ്റർ പെർ അവർ അതേപോലെ തന്നെ കിട്ടിയാൽ മതി. ആൻസർ ആ തരത്തിൽ കിട്ടും. 25 സ്ക്വയർ പ്ലസ് വി സി സ്ക്വയർ പറഞ്ഞാൽ 10 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 25 ഇൻറ്റു 10 ഇൻറ്റു കോസ് 120 ഡിഗ്രി. ഇനിയായിരിക്കും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന ആൻസർ 22 കിലോമീറ്റർ പെർ അവർ എന്നുള്ളതായിരിക്കും. 22 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും ഈ ബോട്ടിൻ്റെ റിസൾട്ടൻ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഇനി ഏത് ഡയറക്ഷനിലാണ് കൂടി നമുക്ക് അറിയണം. നമുക്ക് അതിനു വേണ്ടി അറിയാം ആൽഫ നമ്മൾ കണ്ടെത്തിയതിൻ്റെ ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു ക്യൂ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ. അതേപോലെ തന്നെ നമുക്കിവിടെ ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു നോക്കൂ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ക്യൂ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ. ഇവിടെ നോക്കാം നമുക്ക്. ഇവിടെ 10 ദാറ്റ് ഈസ് അവർ ക്യൂ 10 സൈൻ 120 ഡിവൈഡഡ് ബൈ 25 പ്ലസ് പി പ്ലസ് ക്യൂ ദാറ്റ് ഈസ് ക്യൂ കോസ് 120. ഓക്കെ, ദാറ്റ് ഈസ് ക്യൂ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ. കിട്ടുന്ന ആൻസർ 23.4 ഡിഗ്രി എന്നുള്ളതായിരിക്കും കിട്ടുന്ന ആംഗിളിൻ്റെ വാല്യൂ. ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ, അതായത് ടാൻ ആൽഫ ആദ്യം കണ്ടെത്തുക, ഇനി അതിൻ്റെ ഇൻവേഴ്സ് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് 23.4 എന്നുള്ള വാല്യൂ ഈ തരത്തിൽ കിട്ടും. ഓക്കെ, ഇനി നമുക്കത് എങ്ങനെയാണ് ആംഗിൾ മാർക്ക് ചെയ്യേണ്ടത്? ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ആൽഫ എപ്പോഴും മാർക്ക് ചെയ്യേണ്ടത് ഇവിടെ വരുന്ന വെക്ടർ ഏതാണോ ആ വെക്ടറിൽ നിന്ന് റിസൾട്ടിലേക്ക് മാർക്ക് ചെയ്യേണ്ടത്. അതായത് ഇവിടെ പി ആണ് വരുന്നതെങ്കിൽ പിയിൽ നിന്ന് ആറിലേക്കാണ് നമുക്ക് ആംഗിൾ മാർക്ക് ചെയ്യേണ്ടത്. അതേപോലെ ഇവിടെ നോക്കൂ, ഇവിടെ 25 ആണ് നമ്മൾ ഈ പിയുടെ ഭാഗത്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ആംഗിൾ മാർക്ക് ചെയ്യേണ്ടത് ഈ തരത്തിൽ, അതായത് ദിസ് ഇസ് അവർ 25. അപ്പോൾ ഇതാണെങ്കിൽ നമ്മൾ ഈ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ആർ ഇതായിരിക്കും. ഇതാണ് നമ്മുടെ 25 കിലോമീറ്റർ പെർ അവറുള്ള ബോട്ട്. അപ്പോൾ ഇതായിരിക്കും ആംഗിൾ, ദാറ്റ് ഈസ് 23.4 ഡിഗ്രി. അതായത് ഇവിടെ മനസ്സിലാക്കേണ്ടത് ബോട്ട് പോകുന്നത് 23.4 ഈ ഡിഗ്രി ഈ ഡയറക്ഷനിലായിരിക്കും പോയിരിക്കുക. അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് റിസൾട്ടിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 22 കിലോമീറ്റർ പെർ അവറാണ്. അതായത് ഇവിടെ ബോട്ടിൻ്റെ ബോട്ട് ആക്ച്വലി ഇങ്ങനെയാണ് പോയിരുന്നത്. അതേസമയം തന്നെ ഒരു വാട്ടർ ഫ്ലോ വന്നു. ഏത് ഡയറക്ഷനിൽ? ഈ ഡയറക്ഷൻ 60 ഡിഗ്രി സൗത്തിൽ നിന്ന് ഈസ്റ്റിലേക്കായിട്ട് ഈ തരത്തിൽ വന്നപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഈ ബോട്ടിൻ്റെ റിസൾട്ടൻ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെയായി മാറും. ദാറ്റ് ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ 22 കിലോമീറ്റർ പെർ അവറിൽ ഈ തരത്തിൽ ഇങ്ങോട്ട് പോകും. അതായത് രണ്ടിൻ്റെയും 25ഉം ആവില്ല, അതേപോലെ 10ഉം ആവാത്ത ഇതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ട് 22 കിലോമീറ്റർ പെർ അവറിലായിരിക്കും ബോട്ട് പോവുക. ഈ ബോട്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ബോട്ടിൻ്റെ പോയിരിക്കുന്ന ഡയറക്ഷനിൽ നിന്ന് ഈ ഡയറക്ഷനിലായിരിക്കും, ദാറ്റ് ഈസ് 23.4 ഈ തരത്തിലായിരിക്കും ബോട്ട് പോകുന്നതിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് അഡീഷണൽ വെക്ടേഴ്സിനെ കുറിച്ചാണ്. വെക്ടേഴ്സ് എങ്ങനെയൊക്കെ ആഡ് ചെയ്യാം. 2 വെക്ടേഴ്സ് ലീനിയർ ആയിട്ട് തീറ്റ 0 ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ആഡ് ചെയ്യാം. അതുപോലെ 180 ആണെങ്കിൽ, അതായത് ഒരു വെക്ടറിൽ നിന്ന് മറ്റേ വെക്ടർ മൈനസ് ചെയ്താൽ മതി. ഇനി 2 വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് ട്രയാംഗിൾ ഓഫ് വെക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിൽ നമുക്കതിൻ്റെ റിസൾട്ടൻ്റും അതേപോലെ ഡയറക്ഷനൊക്കെ തന്നെ ടാൻ തീറ്റ ഉപയോഗിച്ചുകൊണ്ട് കാണാൻ കഴിയും. പിന്നെ നമ്മൾ അവസാനമായിട്ട് കണ്ടെന്തായിരുന്നു? അതായത് 2 വെക്ടേഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ് ഒരേ പോയിന്റിലാണ്, പക്ഷേ അതിൻ്റെ ആംഗിൾ 90 ഡിഗ്രി അല്ലാത്ത കേസ് വരികയാണെങ്കിൽ നമ്മൾ പാരലോഗ്രാം ലോ വെക്ടർ അഡീഷൻ ഉപയോഗിച്ചുകൊണ്ട് കാണാൻ പഠിച്ചു. അതിന് റിസൾട്ടൻ്റ് കണ്ടെത്താനുള്ള ഫോർമുലയും ഡിറൈവ് ചെയ്തു. R = p² + q² + 2pq cos θ. പിയും ക്യൂവുമാണ് 2 വെക്ടേഴ്സ്. ഇഫ് ദ ആർ റെപ്രസെന്റഡ് ബൈ ദ 2 അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം, നമുക്ക് കിട്ടിയ റിസൾട്ടൻ്റെ വാല്യൂ ഇതായിരുന്നു. അതേപോലെ തന്നെ ആൽഫ എന്ന് പറഞ്ഞ ആംഗിളാണ് ഈ റിസൾട്ടൻറ്റും നമ്മൾ വരച്ച പി എന്നുള്ള വെക്ടർ നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിളാണ് ആൽഫ. അപ്പോൾ ആൽഫ കണ്ടെത്താനുള്ള ഇക്വേഷൻ നമ്മൾ കണ്ടെത്തി. ടാൻ ആൽഫ = q sin θ ഡിവൈഡഡ് ബൈ p + q cos θ. ഇനി ഇത് രണ്ടും ബേസ് ചെയ്ത ന്യൂമറിക്കൽ പ്രോബ്ലം നമ്മൾ പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. വിഷ് യു ആൾ ദ ബെസ്റ്റ്.